ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കൊച്ചിൻ എർത്ത് ലോഞ്ചിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. 2 രൂപ കൊടുത്ത് എയർപോർട്ട് ലോഞ്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഡൗട്ടാണല്ലേ. വിശദമായി തന്നെ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ വാല്യബിൾ ആയിട്ടുള്ള കാർഡും നമ്മുടെ ബോഡി പാസ് കൂടി കൊടുത്താൽ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി തന്നെ പറയട്ടെ, ഈ എർത്ത് ലോഞ്ച് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച എയർപോർട്ട് ലോഞ്ചുകളിൽ ഒന്നാണ്. നിങ്ങൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഈ അവസരം ഒരിക്കലും പാഴാക്കാതിരിക്കുക. ഇവിടെ നിരവധി സൗകര്യങ്ങളാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാനായി പ്രത്യേക കളിസ്ഥലം. കുട്ടികളുള്ള അമ്മമാർക്കാണ് ഇത് കൂടുതൽ സഹായമാകുന്നത്. നമുക്ക് ആവശ്യമായുള്ള പ്രെയർ റൂം. ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നിയാൽ അതിനും ഇവിടെ ഒരു റെസ്റ്റിംഗ് ഏരിയ തന്നെയുണ്ട്. ടീ, കോഫി, നമുക്കിഷ്ടമുള്ളത് ഇവിടെ നിന്ന് എടുക്കാം. ഡ്രിങ്ക്സും ഇവിടെ അവൈലബിൾ ആണ്. ലോഞ്ചിൽ ഞാൻ രാവിലെ വന്നതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡാണ് നമുക്ക് വേണ്ടി റെഡി ആയിരുന്നത്. ഓരോ ടൈം അനുസരിച്ച് വ്യത്യസ്ത രുചികളിൽ ഫുഡും മാറിക്കൊണ്ടിരിക്കും. നല്ല ചൂടോട് തന്നെയാണ് ഫുഡെല്ലാം നമുക്ക് കിട്ടുന്നത്. തീരുന്നതിനനുസരിച്ച് അവർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് എത്ര വേണേലും ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം എടുത്ത് കഴിക്കാവുന്നതാണ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് ഈ പൊട്ടറ്റോ റോസ്റ്റി എന്ന് പറഞ്ഞിട്ടൊരെണ്ണം. വളരെ ടേസ്റ്റാണ്. കയറുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ പാൻ കേക്കിൻ്റെ കൂടി ഇരിക്കുന്ന കേട്ടോ ആള്. ഇവിടെ വന്നാൽ ഇത് കഴിക്കാതെ ഞാൻ പോകില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ ഈ 2 രൂപയ്ക്ക് എങ്ങനെ ഇതിൻ്റെ അകത്ത് കയറാമെന്നല്ലേ പറഞ്ഞു തരാം. നിങ്ങളുടെ ബാങ്ക് ഏതാണോ അവിടെ ചെന്ന് സംസാരിക്കുക. ലോഞ്ചുകൾ ഉപയോഗിക്കാനുള്ള ATM കാർഡ് ചോദിക്കുക. നിലവിലുള്ളതിപ്പോൾ സാധാ കാർഡാണെങ്കിൽ അത് മാറ്റിത്തരാൻ റിക്വസ്റ്റ് ചെയ്യുക. അവിടെ സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്കറിയാൻ സാധിക്കും. ഒരുപാട് ടെൻഷനിലൂടെ എല്ലാം നമ്മൾ യാത്ര ചെയ്യുന്ന ടൈമിൽ ഫുഡ് കഴിക്കാതെ റെസ്റ്റ് എടുക്കാതെ ഒക്കെ വരുന്നവരായിരിക്കും. കുറച്ച് നേരത്തെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് റിലാക്സ് ആയിട്ട് തന്നെ നമ്മുടെ യാത്ര തുടരാം. പിന്നൊരു കാര്യം, ബോഡി പാസിലെ ടൈം ചെക്ക് ചെയ്ത് കറക്റ്റ് ടൈമിൽ തന്നെ ഗേറ്റിൻ്റെ അടുത്ത് എത്തുക. സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ പോലെ തന്നെ അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകളും. ഈ കാഴ്ചകളെല്ലാം കണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനും ഒരു രസമാണ്. പിന്നെ ഞങ്ങൾ പോയ വഴിയിലൂടെ ചെറിയ യാത്രയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ കുറേ നേരം കൂടി ഞങ്ങൾ അവിടെ ഇരുന്നു. ഒരാൾക്ക് 3 മണിക്കൂറാണ് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങൾക്കുള്ള ടൈം ആയപ്പോൾ ഞങ്ങൾ പുറത്തു വന്നു. ഞങ്ങളുടെ യാത്ര ദുബായിലേക്കായിരുന്നു. ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാവരും പോയി തുടങ്ങി. നമ്മൾ ഫ്ലൈറ്റിനടുത്തേക്ക് പോകുന്ന യാത്രയാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ എത്തുമ്പോഴേക്കും എയർപോർട്ട് ബസ് ഇവിടെ റെഡിയായിരുന്നു. ബസ്സിലൂടെ പോകുമ്പോൾ എല്ലാം നമുക്ക് വിമാനത്താവളം മുഴുവനായി കാണാൻ സാധിക്കും. വളരെ രസകരമായിരുന്നു ആ യാത്ര. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് വഴിയാണ് ഫ്ലൈറ്റിലേക്ക് കയറുന്നത്. അവരൊരു വെൽക്കം തന്നാണ് നമ്മളെ ഉള്ളിലേക്ക് കയറ്റുന്നത്. കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് ദുബായ് എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്നത് വരെയുള്ള ആകാശയാത്രയാണ് നിങ്ങളിനി കാണുന്നത്.
വളരെ സേഫായിട്ട് തന്നെ നമ്മൾ ദുബായിലെത്തിയിരുന്നു. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ കാണും. അവിടെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്